ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു റാഗി കേക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നല്ല പെർഫെക്റ്റ് എന്ന് പറയുന്ന സമയത്ത് ഇതിൻ്റെ ടെക്സ്ചർ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഈ ഒരു അടിപൊളി ഹെൽത്തി കേക്കിന് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മളെല്ലാം മിക്സി ജാറിലാണ് കേട്ടോ ചെയ്യുന്നത്. നമുക്ക് ബ്ലെൻഡർ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ 1 കപ്പ് മെൽറ്റ് ചെയ്ത ബട്ടർ, റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. 1 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ 2 മുട്ടയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത് കണ്ടല്ലോ, അപ്പോൾ നമ്മൾ ഇതുപോലെ ബ്രൗൺ ഷുഗറാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ പഞ്ചസാര നമുക്ക് ആവശ്യമില്ല, ബ്രൗൺ ഷുഗറാണ് ചേർക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ബട്ടർ ഇല്ലാത്തവരാണെങ്കിൽ ഓയിൽ ചേർക്കാം. ഞാനിപ്പോൾ ഹെൽത്തി ആയിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഓയിലിന് പകരം ഞാൻ ബട്ടർ ചേർത്ത് കേട്ടോ. അപ്പോൾ ബട്ടർ വേണമെന്ന് നിർബന്ധം തന്നെ ഇല്ല. നമുക്ക് ഓയിൽ ചേർത്താലും ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു 20 സെക്കൻഡ് മാത്രം ഒന്ന് അടിച്ചാൽ മതി. അത് പിന്നെ ഫസ്റ്റിൽ തന്നെയിട്ട് നമ്മൾ മിക്സി ജാറിലൊന്ന് അടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ സെക്കൻഡിലും തേർഡിലേക്കൊന്നും പോകണ്ട. ഫസ്റ്റ് തന്നെയിട്ട് ജസ്റ്റ് ഒരു 20 സെക്കൻഡ് അടിച്ചാൽ മതി. ഇപ്പോൾ 1/3 കപ്പ് നമ്മൾ കോക്കോ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഇതിലേക്കും പാലാണ് ചേർക്കുന്നത്. പാലും ഇപ്പോൾ 2 ടീസ്പൂൺ വനില എസൻസാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ 1 ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല, എന്തായാലും 2 ടീസ്പൂൺ ചേർക്കുമ്പോൾ ഒരു നല്ല മണം ഉണ്ടാവും. അപ്പോൾ നമ്മളിനി പാലാണ്, അതും കാച്ചി വെച്ച് ചൂടാറിയ പാൽ തന്നെയാണ്. ഒരു 1/2 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടി വീണ്ടും ഒരു 20 സെക്കൻഡ് അടിച്ചാൽ മതി. അതിൽ കൂടുതൽ അടിക്കേണ്ട. 20 സെക്കൻഡ് അടിക്കുന്ന സമയത്ത് തന്നെ ഏകദേശം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ടാവും. ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്കൊരു 30 സെക്കൻഡ് അടിച്ചാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ മിക്സ് ആയില്ല നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് വീണ്ടും ഒരു 10 സെക്കൻഡ് കൂടി, ഒരു 30 സെക്കൻഡ്, അതിൽ കൂടുതൽ അടിക്കേണ്ട. ഒരു 30 സെക്കൻഡ് അടിക്കുന്ന സമയത്ത് തന്നെ ഏകദേശം നന്നായിട്ട് മിക്സായി വരും. അപ്പം ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് നമ്മൾ റാഗി കേക്കാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ 1 കപ്പ് റാഗി മാവ് ചലിച്ച് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കണം കേട്ടോ. ചില നമ്മൾ പാക്കറ്റിൽ നിന്നൊക്കെ മേടിക്കുന്ന റാഗി മാവാണെങ്കിലും അതിൽ ചിലപ്പോൾ കുറച്ച് തരികളൊക്കെ കൂടുതൽ ഉണ്ടാകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കത് നന്നായിട്ടൊന്ന് ചലിച്ചിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന മിക്സ് ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ ആ മിക്സ് നമ്മൾ മൊത്തത്തിലെല്ലാം ആയിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാം കൂടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് വരുമോ എന്നുള്ള ഒരു പേടി നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 by 1 ആയിട്ട് അങ്ങനെ പകുതിയായിട്ട് അങ്ങനെ ചേർക്കുകയാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ മൊത്തത്തിലെല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പതുക്കെ ആയിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. അപ്പം നമ്മൾ വീഡിയോ ലെങ്ത് ആണെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചൊന്ന് സ്പീഡ് ചെയ്ത് കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ അറിയാത്തവരാരും ഉണ്ടല്ലോ, കുട്ടികൾ മുതൽക്ക് വലിയവർക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒരു അറിയുന്ന ഒരു റെസിപ്പി എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ കേക്ക് റെസിപ്പിയാണ്. അപ്പോൾ നമ്മളത് കണ്ടല്ലോ. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിരിക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിരിക്കണം. ഇനി നമ്മൾ അതിലേക്ക് നമ്മൾ ബന്നൊക്കെ ഉണ്ടാക്കുമല്ലോ, അപ്പോൾ നമ്മൾ ബ്രെഡ് ഉണ്ടാക്കുമല്ലോ, അപ്പോൾ ആ ഒരു ട്രേയിലാണ് ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന ട്രേയിലാണ് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒഴിച്ചു കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇതിലും കുറച്ച് ഒഴിച്ചിട്ട് പിന്നെ അതുപോലെ ചെറിയ കപ്പ് കേക്ക് ഉണ്ടാക്കുന്ന ട്രേയിലും ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്തിട്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ള ഇതിലേക്ക് ഒഴിക്കാനുള്ള മാവിന് ബാറ്റർ തന്നെയാണ് നമുക്ക് ഉണ്ടായിരുന്നത്. എന്നാലും ഞാൻ കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മളിപ്പോൾ ഈ കപ്പ് കേക്ക് ഉണ്ടാക്കുന്നതിലും ഒരു 4 എണ്ണമായിട്ട് നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ. മൊത്തത്തിൽ അത് ഒഴിക്കാൻ തന്നെ ഉള്ളത്. എന്നാലും കുട്ടികളൊരു ചെറിയ താല്പര്യത്തിന് വേണ്ടി മാത്രം ഞാനിപ്പോൾ ജസ്റ്റ് ഇതിലും മാത്രമായിട്ട് 4 എണ്ണം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കൂടെ ഒഴിച്ചിട്ട് ജസ്റ്റ് എന്തായാലും നമുക്ക് കപ്പ് കേക്ക് ഉണ്ടാക്കുന്നത് കൊണ്ട് ജസ്റ്റ് ഒരു 50 മിനിറ്റ് വെക്കുന്ന സമയത്ത് നമുക്കത് ബേക്കായി കിട്ടും. മറ്റേത് വന്നിട്ട് നമുക്കൊരു സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെ 180 ഡിഗ്രിക്ക് നമ്മൾ ഒരു 40 മിനിറ്റ് വെക്കുന്ന സമയത്താണ് എനിക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിലപ്പോൾ ഓരോ ഓവനിലും ടെമ്പറേച്ചറിന് വ്യത്യാസം ഉണ്ടല്ലോ, അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ മുകളിലേക്ക് ബദാമിൻ്റെ കഷ്ണങ്ങൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചെറിയൊരു ഭംഗിക്ക് വേണ്ടി അതും കൂടെ വെച്ചെടുത്ത് നമ്മുടെ അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ. ഇതിൻ്റെ ടെക്സ്ചർ കാണുന്ന സമയത്ത് മനസ്സിലാവും, നല്ല സ്മൂത്ത് ആയിട്ടുണ്ടാവും കേട്ടോ മുകളിലെ ഭാഗം. അതുപോലെ തന്നെ കേക്കും നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നമ്മൾ മൈദമാവോ അല്ലെങ്കിൽ പഞ്ചസാരയോ അതൊന്നും ചേർക്കാതെ കുട്ടികൾക്ക് കേക്ക് എന്ന് പറയുന്ന സമയത്ത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല സോഫ്റ്റാണ്, ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു എന്താ പറയുക, ആ ഒരു ടെക്സ്ചർ കാണുന്ന സമയത്ത് നല്ല സോഫ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അതേപോലെ തന്നെയാണ് കഴിക്കുന്ന സമയത്ത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമുക്ക് സാധാരണ വെനില കേക്ക് ഉണ്ടാക്കുന്നതും നമ്മൾ എന്താ പറയുക ചോക്ലേറ്റ് കേക്കോ ഇത്ര ഉണ്ടാക്കിയാൽ നമുക്ക് ഇതുപോലെ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്കാണ് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഇത് കണ്ടല്ലേ, നമ്മുടെ ഈ ഒരു കേക്കും അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് ആ ക്രാക്കുകളൊക്കെ നിങ്ങൾക്ക് കാണുന്ന സമയത്ത് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കാര്യം. നമുക്ക് ആ ക്രാക്കൊക്കെ വരുന്നത് തന്നെ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇന്നലെ കേക്ക് ഉണ്ടാക്കിയതിൻ്റെ ക്രീം ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഒന്ന് വേസ്റ്റ് ആക്കണ്ടെന്നാണ് പറഞ്ഞിട്ട് അപ്പോൾ അത് തന്നെയാണ് ഒരു 4 കപ്പ് കേക്ക് ഉണ്ടാക്കുന്നതിനുള്ള ഒരു ക്രീമും ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് എനിക്കറിയുന്ന രീതിക്ക് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുത്താണ് കേട്ടോ. എനിക്ക് കൂടുതലായിട്ടൊന്നും അങ്ങനെ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനൊന്നും അധികം അറിയില്ല. ഞാൻ കേക്ക് ഉണ്ടാക്കുന്നതൊക്കെ വിട്ട് കുറേ വർഷങ്ങളായി എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ അത് കാരണം അതിൻ്റെ ഒരു ടച്ചൊക്കെ വിട്ടു പോയിരിക്കുകയാണ്. അപ്പം ജസ്റ്റ് ഒരു ഓറഞ്ചിൻ്റെ ക്രീം ഉണ്ടായിരുന്നു, അതുകൊണ്ട് വേറെ ഫുഡ് കളറൊന്നും ചേർക്കാതെ ഒരേ ക്രീമിൽ തന്നെ മൊത്തത്തിൽ കുട്ടികളുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടി മൊത്തത്തിൽ അങ്ങനെ ഒരു 4 കപ്പ് കേക്കിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ 3 മാത്രം ഇങ്ങനെ ഗാർണിഷ് ചെയ്ത് കുറച്ച് ചോക്ലേറ്റും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു അടിപൊളി കേക്കാണ് കേട്ടോ, നല്ല സോഫ്റ്റാണ്. അപ്പം നമ്മുടെ ഇനിയൊരു കേക്കും അതുപോലെ നല്ല ചൂടക്കാറി നല്ല അടിപൊളി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്കിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. നല്ല സോഫ്റ്റാണ്. എന്താ പറയുക, നമ്മൾക്ക് ഇതുപോലൊരു ഹെൽത്തി കേൾക്കുന്ന സമയത്ത് കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും ആർക്കാണെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് എത്ര വേണമെങ്കിലും കഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ചേർക്കാണ്ടും പിന്നെ അതുപോലെ ഓയിൽ ചേർക്കാതെയും അങ്ങനെ ഇതുപോലെ നമുക്ക് ഹെൽത്തി ആയിട്ടാണ് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കും ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്ക് വീട്ടിൽ നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അത് ജസ്റ്റ് ഒന്ന് തൊടുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം തന്നെ ഇത് എങ്ങനെ പൊട്ടി വരുന്നത് കണ്ടില്ലേ? ഇപ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോഴും നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവുന്നത് കണ്ടില്ലേ? ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതി കേട്ടോ. അങ്ങനെ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.